സിനിമയിലെ വയലൻസ് ഒരു പ്രേരക ശക്തിയായി മാറുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൃശ്യം സിനിമ. ദൃശ്യം സിനിമയ്ക്ക് ശേഷം ഒരു 4-5 കൊലപാതകങ്ങൾ മോഹൻലാൽ നടത്തിയ കൊലപാതകത്തിന് മോഡൽ വന്നു. ഇപ്പം തന്നെ പറഞ്ഞില്ലേ, സംഘടിതമായ ഒരുത്തിനെ കൊന്നാൽ കേസെടുക്കാൻ പറ്റത്തില്ലെന്ന ഈ നമ്മുടെ വിദ്യാർത്ഥിയെ കൊന്നവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എത്ര ഉന്നതന്മാരായാലും ഏതൊക്കെ അത്യുന്നതങ്ങൾ വിരാജിച്ചാലും എല്ലാവരും നിയമത്തിന് താഴെയാണ്. ആ ബോധം വേണം, മനസ്സിലായില്ലയോ? അല്ല ഞാൻ കളക്ടറാണ്, ഞാൻ ജഡ്ജിയാണ്, ആരായാലും ഹൂ എവർ ഇറ്റ് മേ ബി, അവരെന്താണ് പൊസിഷൻ വഹിക്കുക, പക്ഷെ അവരെല്ലാം നിയമത്തിന് വിധേയമാകണം. നിയമം കയ്യിലെടുക്കാൻ പാടില്ല, നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ പാടില്ല. ഇന്നിവിടെ നടക്കുന്നത് നിയമം കയ്യിലെടുക്കുക, നിയമവാഴ്ച വെല്ലുവിളിക്കുക. അതാരാ ചെയ്യുന്നത്? ഭരിക്കുന്നവർ. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ആളല്ലേ പോലീസ്. എന്താണ് നമ്മുടെ കണ്ണൂർ എന്താ നടന്നത്? PP ദിവ്യ കാരണം ഒരു ഡെപ്യൂട്ടി കളക്ടർ ആത്മഹത്യ ചെയ്തില്ലേ? എന്നിട്ടെന്താ, ഇരയോടൊപ്പം നിന്ന് വേട്ടക്കാരോടൊപ്പം നിന്ന്. ആ കണ്ണൂക്കാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു, പത്തനംതിട്ടക്കാർ നവീൻ ബാബുവിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇരട്ടത്താപ്പ, കള്ളത്തരമാണ് കാര്യം. അവർ PP ദിവ്യയെ തള്ളിപ്പറയില്ല. കാരണം കൊലപാതകം ഒരു കുലത്തൊഴിലായി അംഗീകരിച്ചിരിക്കുന്ന പാർട്ടി അത്. അവിടെ നമ്മൾ കണ്ടില്ലയോ, ശരത്ലാലിനെയും കൃപേഷിനെയും കൊന്നു, പ്രതികളെ ശിക്ഷിച്ചു. അതിൽ ചില ആളുകൾക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയവരെല്ലാം പോയി സ്വീകരിച്ചു. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ എല്ലാം വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അപ്പോൾ കൊലപാതകം ഒരു കുലത്തൊഴിലായി അംഗീകരിക്കുന്ന പാർട്ടിയാണ്. അവരുടെ രാഷ്ട്രീയം പകയുടെ രാഷ്ട്രീയമാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, അക്രമത്തിൻ്റെ രാഷ്ട്രീയമാണ്, അരാജകത്തിൻ്റെ രാഷ്ട്രീയമാണ്, കടാര രാഷ്ട്രീയമാണ് കൊലപാതകം. ഇത് മാറണം. ഭരിക്കുന്നവരെങ്കിലും അതിന് നേതൃത്വം കൊടുക്കാതിരിക്കണ്ടേ?